വീണ്ടും വരുന്നവനായി.
അങ്ങനെ എന്താ സംഭവിച്ച ലൈഫിൽ? ഞാൻ ഒരു ദിവസം അവിടുത്തെ ഒരു ചായക്കടയിൽ ചായ കുടിക്കാനായിട്ട് പോയി. അപ്പോൾ പോയപ്പോൾ ഒരു കൊച്ചൊരു അമ്മ വന്ന് അവിടെ വന്ന് അവർ ആ ചായ മേഘസ്തംഭം ഇറങ്ങി കൂടാരവാതിക്കൽ നിൽക്കുകയും യഹോവ മോശയോട് സംസാരിക്കുകയും ചെയ്യുമെന്ന്. അമേൻ. மேகஸ்தம்பம் இறங்கி அந்த ஆசரிப்பு கூடாரத்தினுடைய வாசலில் நிற்கும். அந்த இடத்தில் கர்த்தர் மோசையோடு கூட முகாமுகமாக பேசுவார். മോശ കൂടാരത്തിനകത്ത് കടക്കുമ്പോൾ, கவனிங்க, மோசே அந்த கூடாரத்துக்குள் பிரவேசிக்கும் போது, ഹല്ലേലൂയ, ആമേൻ, ആമേൻ. എന്നാൽ 33-ാം അധ്യായം, പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 7-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: മോശ കൂടാരമെടുത്ത് പാളയത്തിന് പുറത്ത്, മോശ കൂടാരത്തെ പെയർത്ത് അതേ പാളയത്തുക്ക് പാളയത്തിൽ നിന്ന് ദൂരത്തടിച്ചു എന്ന്. പാളയത്തുക്ക് പുറമ്പേ ദൂരത്തിലെ പോട്ട് അതിന് സമാഗമന കൂടാരം എന്ന് പേരിട്ടു. അതற்கு ആസരിപ്പ് കൂടാരം എന്ന് പേരിട്ടാൻ. ഹല്ലേലൂയ. ഇത് തന്നെ യേശു ക്രിസ്തുവിന്റെ ലൈഫിലും വെളിപ്പെടുന്നത്. இதுதான் இயேசு கிறிஸ்துவினுடைய வாழ்க்கையிலும் வெளிப்படுகிறது. പ്രാർത്ഥിക്കേണ്ട സമയമാകുമ്പോൾ മറ്റാരെയും ശ്രദ്ധിക്കാതെ ദൂരത്തു പോയിരുന്ന് ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കും. അമേൻ. ജപിക്ക വേണ്ടിയതാன നേരം വരുമ്പോൾ വേറെ ആരെയും ഗവനിക്കാமல் ദൂരത്തിൽ പോയി അവർ തനിയാക ജപിപ്പാർ. ഹല്ലേലൂയ. ഇവിടെ മോശ പറയാ, മോശ കൂടാരമെടുത്ത് പാളയത്തിന് പുറത്ത്, പാളയത്തിൽ നിന്ന് ദൂരത്ത് കൂടാരം അടിച്ചു. இந்த இடத்திலேயும் வாசனம் என்ன சொல்கிறது? மோசே இந்த கூடாரத்தை பெயர்த்து அது பாளையத்துக்கு புறம்பே தூரத்திலே போட்டான். ഹല്ലേലൂയ. ഇതുപോലെ നിങ്ങൾക്കും ദൂരത്തിൽ ആരും വരാത്ത
ഒരു ദൂരസ്ഥലം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏകാന്തമായി പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു സമാഗമന കൂടാരം നിങ്ങൾക്കുണ്ടായിരിക്കണം. இதுபோலவே உங்களுடைய வாழ்க்கையிலேயும் அமேன் வேற யாருக்கும் நெருங்க முடியாத உங்களுக்கு தனியாக இருக்கிற ஒரு ஆசரிப்பு கூடாரம் இருக்க வேண்டும். ഹല്ലേലൂയ. ஹல்லேலூயா. ആമേൻ. ഞാൻ ഈ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ ആരെങ്കിലും അന്വേഷിച്ച് വന്നോ ഫോൺ കോൾ വന്നോ എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആ സമയത്ത്. அமேன். நான் ஜெபிக்க அமரும் போது ஏதாவது ஃபோன் கால் வந்தா இல்ல யாராவது தேடி வந்தா அந்த நேரத்துல மட்டும் எனக்கு கொஞ்சம் கஷ்டமா இருக்கும். ഭയങ്കര തീവ്രമായിട്ട് പ്രസൻസിൽ ഇരിക്കുന്ന സമയമായിരിക്കും, ആഴത്തിൽ സമയമായിരിക്കും. நல்ல தீவிரமா அந்த பிரசன்னத்துக்குள்ள இருக்கிற நேரமாக இருக்கலாம். പുറത്ത് വണ്ടി കിടക്കുന്ന കണ്ട അകത്ത് ഞങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ ആരെങ്കിലും കയറി വരും. அமேன். வெளியே வண்டி கிடக்கிறத பார்க்கும்போது உள்ள இருக்கிறோம் சொல்லி யாராவது வருவாங்க. പിന്നെ ആ സമയത്ത് എനിക്കറിയത്തില്ല ഭയങ്കര ഇറിറ്റേഷൻ. കാരണം പ്രസൻസിനകത്തുനിന്ന് വെളി വരാൻ നമുക്ക് മനസ്സ് തോന്നത്തില്ല. என்ன அந்த நேரத்தில் அந்த பிரசன்னத்தில் நின்று வெளியே வர நமக்கு மனதிராது. എപ്പോഴും ഞങ്ങൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോൾ പറയും പ്രാർത്ഥിക്കാൻ നല്ലൊരു സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പോയിരുന്ന മണിക്കൂറുകൾ ദിവസങ്ങൾ ഇരുന്ന് പ്രാർത്ഥിക്കാൻ. நாங்கள் எப்பவுமே அடிக்கடி டிஸ்கஸ் பண்ண ஒரு காரியம் உண்டு. நமக்கு ஜெபிப்பதற்கு தனியாக போய் இருக்க ஒரு இடம் இருந்துச்சுன்னா நல்லா இருக்கும். அந்த இடத்துல நம்ம போய் தனியாக ഫോൺ റേഞ്ച് ഇല്ലാത്തൊരു സ്ഥലം കിട്ടണം. நாங்கள் சொன்னோம் ஃபோனுக்கு ரேஞ்சே இல்லாத ஒரு இடம் வரணும் சொல்லி. അത് പറഞ്ഞപ്പോഴാണ് കർത്താവ് നേരെ കാശ്മീരിൽ കൊണ്ടുപോയ ഫോൺ കണക്ഷനേ കിട്ടത്തില്ലാത്ത സ്ഥലത്ത് കർത്താവ് കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്നിരുത്തി. அமேன். அப்போதான் நாங்கள் காஷ்மீர் போனோம். அங்கே ஃபோன் கனெக்ஷனே இல்லாத ஒரு இடத்துல கொண்டு வந்து கத்தர் வைத்தார். ശ്രീനഗറിനകത്ത് ഒരു റൂം ഞങ്ങൾക്ക് ലഭിച്ചു. ആ റൂമിനകത്തിരുന്ന് അധികം നേരെ ഇരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ടുള്ള കൃപ കർത്താവ്. ஸ்ரீநகரில் நாங்கள் அந்த தங்குற இடத்துல அதிக நேரம் அதில் அந்த அறையில் இருந்து ஜெபிக்க கத்தர் கிருபை செய்தார். ഞാൻ ക്രൈസ്തവനോട് ചോദിക്കുക, എത്ര പേർക്ക് പ്രാർത്ഥനയോടൊരു ദാഹമുണ്ട്? கிரைஸ்த நிஷயத்துல கேட்குறேன், எத்தனை பேருக்கு ஜெபத்தோடு ஒரு தாகம் வருது? ഹല്ലേലൂയ. ஹல்லேலூயா. എത്രത്തോളം നിങ്ങൾ ക്രിസ്തുവിലാകുന്നോ അത്രത്തോളം നിങ്ങൾക്ക് പ്രാർത്ഥനയോട് ദാഹം ഉണ്ടായിരിക്കും. அமேன். எவ்வளவுக்கு அதிகமாக நீங்க கிறிஸ்துவுக்குள் இருக்கிறீர்களோ அவ்வளவுக்கு அதிகமாக உங்களுக்கு ஜெபத்தோடு ஒரு வாஞ்சை இருப்பீங்க. എത്രത്തോളം നിങ്ങൾ ക്രിസ്തുവിലായിരിക്കുന്നു അത്രത്തോളം നിങ്ങളുടെ പ്രാർത്ഥനയുടെ രീതികൾക്ക് വ്യത്യാസം ഉണ്ടായിരിക്കും. அமேன். எவ்வளவுக்கு அதிகமாக நீங்க கிறிஸ்துவுக்குள் இருக்கிறீர்களோ அவ்வளவுக்கு அதிகமாக உங்களுடைய ஜெப ரீதிகளுக்கு வித்தியாசங்கள் வரும். ഹല്ലേലൂയ. ஹல்லேலூயா. ആമേൻ. എത്രത്തോളം നിങ്ങൾ ഇൻ ക്രൈസ്റ്റിലായിരിക്കുന്നു അത്രത്തോളം നിങ്ങളുടെ പ്രാർത്ഥന നിലവാരങ്ങൾക്ക് മാറ്റം വരും. அமேன். எவ்வளவுக்கு அதிகமாக ஜெபத்தில் நீங்க கர்த்தரோடு இருக்கிற உறவு இருக்குதோ அவ்வளவுக்கு அதிகமாக உங்களுடைய வாழ்க்கைகளுக்கு வித்தியாசங்கள் வரும். ഹല്ലേലൂയ. ஆமென். ആമേൻ. എത്രത്തോളം നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങളെ പറയാതെ ഒരു ഫെലോഷിപ്പിന് വേണ്ടി പ്രാർത്ഥനാ റൂം ഉപയോഗിക്കുന്നുവോ അത്രത്തോളം എൻകൗണ്ടറുകൾ പ്രാർത്ഥനാ റൂമിൽ സംഭവിക്കാൻ തുടങ്ങും. ஆமென். எவ்வளவுக்கு அதிகமாக உங்களுடைய தேவைகளை சொல்லாமல் நீங்க அந்த உறவுக்குள் ஜெபத்தில் இருக்கிறீர்களோ அவ்வளவுக்கு அதிகமாக என்கவுண்டர்கள் உங்களுடைய வாழ்க்கையில நடக்கும். ഹല്ലേലൂയ. ஹல்லேலூயா. ആമേൻ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മോളുടെ ടെസ്റ്റിമണി ഇങ്ങനെ കേട്ടതാ, ചെറിയൊരു കുഞ്ഞിന്റെ ടെസ്റ്റിമണി കേട്ടതാ. ஆமென். நான் கடந்த நாட்களில் ஒரு சிறு பிள்ளையினுடைய டெஸ்டிமனி விதமாக கேட்டேன். ചെറിയുള്ള ഒരു ടീനേജ് ആയിട്ടുള്ള ഒരു കുഞ്ഞിന്റെ ടെസ്റ്റിമണി ഇങ്ങനെ കേട്ടു. ஏஜ்ல ஒரு രാത്രി കാലങ്ങളിൽ ഇരുന്ന് 1 മണിക്കൂർ പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. ஆமென். இரவுகளிலே 1 மணி நேரம் உட்கார்ந்து ஜெபிக்க தீர்மானம் எடுத்தார். ആമേൻ. അത് പ്രാർത്ഥനാ വിഷയതയുള്ള സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ஆமென். அந்த ஜெப விஷயம் இவ்வளவு மட்டும்தான், சபைக்காக தேசங்களுக்காக. 2 മണി തൊട്ട് 3 മണി വരെയുള്ള വെളുപ്പിന് 2 മണി തൊട്ട് 3 മണി വരെയുള്ള പ്രാർത്ഥനാ വിഷയം 2 കാര്യങ്ങളാ. ഒന്ന്, ആ മോളുടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ஆமென். 2 மணியிலிருந்து 3 மணி வரைக்கும் அந்த பொண்ணுடைய ஜெப விஷயம் இதுதான், சபைக்காக, 2 ദേശത്തിന് വേണ്ടി 2 പ്രാർത്ഥിക്കുക. தேசங்களுக்காக ஜெபிப்பது. ആമേൻ. അങ്ങനെ പ്രാർത്ഥിച്ച് ചില ദിവസങ്ങളായപ്പോൾ റൂമിൽ ആരൊക്കെയോ ഇറങ്ങി വരാൻ തുടങ്ങിയത്. அமேன். அப்படி ஜெபிக்க ஆரம்பிச்சு சில நாட்கள் முடிந்த உடனே அந்த அறைக்குள் அமேன் யாரெல்லாமோ இறங்கி வர ஆரம்பித்தது. ഒരു ദിവസം പ്രാർത്ഥിച്ചത് ക്ഷീണിച്ചു വീഴുന്ന സമയത്ത് ബലമുള്ള ഒരു മഹത്വം നിറഞ്ഞ ഒരു പുരുഷൻ ആ കുഞ്ഞിന്റെ കയ്യിൽ കയറി പിടിച്ചു വന്നു. அமேன். ஒரு நாளைக்கு ரொம்ப டயர்டு இல்லை, அமேன் ஜெபத்துல ரொம்ப டயர்டு இல்லை, அமேன் சோர்ந்து இருக்கிற நேரத்துல அமேன் நல்ல பலமுள்ள கையோடு கூடிய ஒரு நபர் வந்து இந்த நபரை കുഞ്ഞു പറഞ്ഞ ടെസ്റ്റിമണി ചെയ്ത ഒരു പുരുഷൻ കയ്യെ കയറി പിടിച്ചിട്ട് എനിക്ക് ഭയമുണ്ടായില്ല, ആ സമയത്ത് എനിക്ക് ഭയങ്കര ധൈര്യം എൻ്റെ അകത്തുണ്ടായി. அமேன். சொன்ன ஒரு நபர் என்னுடைய கையில பிடிச்சு எனக்கு பயம் வரவில்லை, ஆனால் ஒரு சாதாரணமான தைரியம் எனக்குள் வந்தது. ആമേൻ. പെട്ടെന്ന് കരത്തിലേക്ക് നോക്കിയപ്പോൾ ആ കയ്യിൽ ആണിപ്പഴുതിന്റെ ഒരടയാളം ഞാൻ കണ്ടു. ஆனால் திடீர்னு இந்த கையை பார்க்கும்போது அதிலே ஆணி பாய்ந்தது தழும்பு இருந்தது. എവിടെ പ്രാർത്ഥിച്ചപ്പോൾ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ எப்போ சபைக்காக வேண்டுதல் செய்து கொண்டிருக்கும். അതിനുശേഷം 6 ദൂതന്മാർ അതിന്റെ റൂമിൽ ഇറങ്ങി വന്നു. ஆமென். அதுக்கு பின்பதாக 6 பரலோக தூதர்கள் அதனுடைய அறையிலே இறங்கி வந்தார். ആമേൻ. അതിനെന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, അത് ജസ്റ്റ് ദൂതന്റെ പേര് ചോദിച്ചു. ஆமென். அதுக்கு என்ன செய்யணும் தெரியாது, அது அந்த தூதனுடைய பெயர் கேட்டது. ആ ദൂതൻ അതിൻ്റെ പേര് പറയുക മാത്രമല്ല, ദൂതൻ്റെ പേര് പറയുക മാത്രമല്ല, സഭയെക്കുറിച്ചുള്ള വെളിപ്പാടുകൾ
സഭയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആലോചനകൾ ഈ കുഞ്ഞിനോട് ദൂതൻ സംസാരിക്കാൻ തുടങ്ങി. ஆமென். தூதன் தன்னுடைய பெயர் மட்டுமல்ல, சபையை குறித்ததான ஆலோசனைகள், வெளிப்பாடுகள் இந்த நபரோடு பேச ஆரம்பித்தது. അത് പറയുന്നതെല്ലാം സഭയ്ക്കകത്ത് അതുപോലെ സംഭവിക്കാൻ തുടങ്ങി. அது சொல்ல ஆமென் ஆரம்பித்ததெல்லாம் அந்த சபைக்குள்ள അതുപോലെ நிறைவேற ஆரம்பித்தது. ദൈവമക്കളെ, നിങ്ങൾ എവിടെ ഓടിയാലും, ദൈവപിള്ളകളെ, നീங்க എങ്ക ഓടിനാലും, ഏതൊക്കെ കൺവെൻഷൻ കൂടിയാലും, நீங்க என்னெல்லாம் കൺവെൻഷൻ, ഏതൊക്കെ പാസ്റ്റർമാർ നിങ്ങളുടെ തലമേൽ കൈവച്ചാലും, என்னெல்லாம் അഭിഷേകം பண்ணப்பட்டவர்களுടെ തലമേലെ കൈവയ്ക്കും. അവൻ മോശ സമാഗമന കൂടാരത്തെ ദൂരത്തടിച്ചതുപോലെ അങ്ങനെ ഒരു പ്രാർത്ഥനയുടെ സെപ്പറേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നില്ല എങ്കിൽ മറ്റെവിടെ ഓടിയിട്ടും പ്രയോജനമുണ്ടാകത്തില്ല. പക്ഷേ ഒരു പ്രാർത്ഥനയുടെ സെപ്പറേഷൻ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വന്നാൽ ആർക്കും ഇല്ലാത്ത എൻകൗണ്ടറുകൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് സംഭവിക്കാൻ തുടങ്ങും. அன்பானவர்களே, மோசனுடைய வாழ்க்கையை போல ஒரு ஆசரிப்பு கூடாரம், ஒரு செப்பரேட்டடாக தூரத்தில் அமேன் உங்களுக்காக ஒரு ஜெப அறை இல்லாவிட்டால் ஒருபோதும் அமேன் உங்களுடைய வாழ்க்கையில் ഒരു മാറ്റം ഇരാതെ. ഹല്ലേലൂയ. ഇന്ന് പകൽ ഡിക്ലെയർ ചെയ്തേ, കർത്താവേ, മറ്റുള്ളവരിൽ നിന്ന് സെപ്പറേറ്റഡ് ആയി എൻ്റെ അപ്പനോട് ഒട്ടുന്ന, എൻ്റെ അപ്പൻ്റെ ശബ്ദത്തെ കേൾക്കുവാൻ, എൻ്റെ അപ്പനോട് ചേർന്നിരിക്കുന്ന ഒരു വേറിട്ട ഇടം അവൻ എൻ്റെ പ്രാർത്ഥനാ റൂം എനിക്ക് വേണ്ടി തുറക്കണം. അങ്ങനെ ഒരു ഇടം എനിക്ക് വേണ്ടി തുറക്കപ്പെടട്ടെ. എൻ്റെ അപ്പൻ്റെ ശബ്ദം കേൾക്കുന്ന ഒരു സ്ഥലം എനിക്ക് വേണ്ടി തുറക്കപ്പെടട്ടെ എന്നൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. അമ്മേൻ, இன்னைக்கு ஜெபிங்க. அப்பா அமேன், மற்றுள்ள தேவையில்லாத எல்லா உறவுகளையும் பெயர்த்து உம்மோடு இருக்கிற உறவில் அதிகரிக்கிற ஒரு செப்பரேட்டடான ஒரு ஜெப உறவு, ஜெப அறை என்னுடைய வாழ்க்கையில் எனக்கு இருப்பதாக. ഓ, അതിനുവേണ്ടി ഒന്ന് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. அதற்காக ஒரு நிமிஷம் வந்து ஜெபிக்க ஆரம்பிங்க. ആമേൻ. ഓ, അങ്ങനെ ഒരു സീക്രട്ട് പ്ലേസ് എനിക്ക് തുറക്കണമെന്നൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. அப்படி ஒரு ரகசிய அறை எனக்கு திறக்க வேண்டுமே என்று சொல்லி ஜெபிக்க ஆரம்பிங்க. അപ്പം ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ടാമിയോൻ ഉള്ള ഗ്രീക്ക് പദം, ആ ടാമിയോൻ എന്ന പദത്തിന്റെ അർത്ഥം തന്നെ ഇന്നർ ചേംബർ, പ്രൈവറ്റ് റൂം. ആമേൻ. അങ്ങനെ ഒരു ടാമിയോൻ എൻ്റെ മുമ്പിൽ തുറക്കപ്പെടണമെന്നൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. ஆமென். ஹalleluya. ஒரு டாமியோன், கிரேக்க வார்ட் அதான் டாமியோன். அப்படின்னு சொன்னா ஒரு உள்ள அறை, ஒரு தனிப்பட்ட அறை, ஒரு ஆமென் ஹalleluya மறைந்திருக்கிற இடம் நிச்சயமாக உங்களுடைய வாழ்க்கையில் இருக்க வேண்டும். ഹല്ലേലൂയ. 6 ലക്ഷത്തിലധികം ജനങ്ങളെ വഴി നടത്തുന്ന ഒരു ലീഡർ മോശ. പക്ഷെ പാളയത്തിനകത്ത് സമാഗമന കൂടാരം അടിക്കാതെ പാളയത്തിന് പുറത്ത് ദൂരത്തൊരു സ്ഥലത്ത് ദൈവത്തെ മുഖാമുഖം കാണുവാൻ, ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ, ദൈവവുമായി ഇടപെടുവാൻ മോശ പാളയത്തിന് പുറത്ത് ദൂരത്തുള്ളൊരു സ്ഥലത്ത് സമാഗമന കൂടാരം അടിച്ചു. அமேன். 6 லட்சம் இஸ்ரவேல் ஜனங்களை நடத்த வேண்டியதான ஒரு மனுஷன். ஆனால் கவனிங்க, அமேன், பாளையத்துக்குள்ளே அல்ல, பாளையத்தில் இருந்து தன்னுடைய கூடாரத்தை பெயர்த்து தூரத்தில் போய் அந்த இடத்தில் ஒரு கூடாரம் எடுத்துக் கொள்கிறார். ഹല്ലേലൂയ. ഹല്ലേലൂയ. അതാണ് പറയാ, യഹോവയെ അന്വേഷിക്കുന്നവനെല്ലാം അവൻ പുറപ്പെട്ടു പാളയത്തിന് പുറത്തുള്ള സമാഗമന കൂടാരത്തിലേക്ക് ചെന്നു. அமேன் ஹalleluya. அந்த இடத்தில் அமேன் வசனம் சொல்கிறது, அமேன், கர்த்தரை தேடுகிறவர்கள் எல்லாம் எழுந்து அமேன் அங்கே வெளியே பாளையத்திலே போனார்கள். അവൻ അന്വേഷിക്കാത്തവനെല്ലാം പാളയത്തിനകത്തു തന്നെ ഇരിക്കുമ്പോൾ, അമേൻ, തേടാதவர்கள் എല്ലാം പാളയത്തുക്കുള്ളേയേ இருக்கும்போது, ദൂരവാന്നും പറഞ്ഞ ആരും പാളയത്തിനകത്തിരിക്കത്തില്ല. അന്വേഷിക്കുന്നവനെല്ലാം എത്ര ദൂരമാണെങ്കിലും എത്ര കിലോമീറ്ററുകളാണെങ്കിലും യഹോവയെ അന്വേഷിക്കുന്നവനെല്ലാം ആമേൻ സമാഗമന കൂടാരത്തിലേക്ക് നിശ്ചയമായിട്ടും വന്നിരിക്കും. ஓ, கர்த்தரை தேடும் யாவரும் அவர்கள் தூரத்தை அல்ல பார்ப்பது, அவர்கள் எல்லோரும் பாளையத்துக்கு புறம்பான ஆசரிப்பு கூடாரத்துக்கு போவார்கள். ഹല്ലേലൂയ. ഹല്ലേലൂയ. അവിടെ പറയാം, മോശ കൂടാരത്തിലേക്ക് പോകുമ്പോൾ ജനമൊക്കെയും എഴുന്നേറ്റ് ഓരോരുത്തൻ താൻ്റെ കൂടാരവാതിക്കൽ നിന്ന് മോശ കൂടാരത്തിനകത്ത് കടക്കുമ്പോഴും അവനെ നോക്കിക്കൊണ്ടിരുന്നു. அமேன். மோசே கூடாரத்துக்கு போகும்போது ஜனங்கள் எல்லோரும் எழுந்திருந்து தங்கள் தங்கள் கூடார வாசலில் நின்று கொண்டு அவன் கூடாரத்துக்குள் பிரவேசிக்கும் மட்டும் அவன் பின்னே பார்த்து கொண்டிருந்தார்கள். 9ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചേ. മോശ കൂടാരത്തിൽ കടക്കുമ്പോൾ മേഘസ്തംഭം ഇറങ്ങി കൂടാരവാതിക്കൽ നിൽക്കുകയും യഹോവ മോശയോട് സംസാരിക്കുകയും ചെയ്തു. அமேன். மோசே கூடாரத்துக்குள் பிரவேசிக்கையில் மேக ஸ்தம்பம் இறங்கி கூடார வாசலில் நின்றது. கர்த்தர் மோசையோடே பேசினார். നമ്മുടെ പ്രാർത്ഥനയിൽ നേരെ തിരിച്ചുള്ള കാര്യമാണ് സംഭവിക്കുന്നത്. അമേ, നമ്മുടെ ജപത്തിൽ നേരെ ഓപ്പോസിറ്റാன കാര്യം തന്നെ നടക്കും. നമ്മൾ നമ്മുടെ വിഷയങ്ങൾ മുഴുവൻ പറഞ്ഞു കേൾപ്പിക്കുക. അമേ, നാം നമ്മുടെ വിഷയങ്ങളെ എല്ലാം കർത്തൃത്തിൽ, നമ്മുടെ ആവശ്യങ്ങളെ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മുടെ തേവകളെ എല്ലാം നമ്മൾ അങ്ങോട്ട് ചൊല്ലിക്കൊള്ളു. എന്നാൽ ഇവിടെ മോശ പ്രാർത്ഥനാ റൂമിലേക്ക് കയറിയപ്പോൾ,
ஆனால் இங்கே மோசே ஜெப அறைக்குள் பிரவேசித்த போது ஆசரிப்பு വചനം പറയും கூடாரத்துக்குள் അവിടെ മേഘസ്തംഭം ഇറങ്ങിയെന്ന്. ஹalleluya வசனம் சொல்கிறது அந்த இடத்தில் மேக ஸ்தம்பம் இறங்கிற்று. ഹല്ലേലൂയ. ஆமென். ആമേൻ. മേഘസ്തംഭം ഇറങ്ങുകയും ആമേൻ യഹോവ മോശയോട് സംസാരിക്കാൻ തുടങ്ങിയെന്ന് വചനം പറയുന്നു. ஆமென். அங்க மேக ஸ்தம்பம் இறங்கி ஆமென் கர்த்தர் மோசேயோடு கூட பேசினார் என்று சொல்லி வார்த்தை சொல்லு. ഓ ഇന്ന് ഡിക്ലെയർ ചെയ്ത കർത്താവേ, എൻ്റെ ലൈഫിൽ ഇങ്ങനെയുള്ള എക്സ്പീരിയൻസുകൾ ഇന്ന് പകൽ ഞാൻ ഇത് പറയാൻ കാരണം എന്നറിയാവോ? இந்த பிற்பகல் நான் இது சொல்ல காரணம் என்ன? ക്രൈസ്റ്റ് ജനറേഷൻ അസാധാരണമായ പ്രാർത്ഥനയുടെ തലം ഇന്ന് പകൽ സ്വർഗം തുറക്കുകയാണ്. ஓ கிரைஸ்ட் ஜெனரேஷனுக்காக அசாதாரணமான ஜெபத்தினுடைய மண்டலங்கள் கதத்தன. മഹത്വം ഇറങ്ങുന്ന പ്രാർത്ഥനകൾ നിങ്ങളുടെ പ്രൈവറ്റ് റൂമിനകത്ത്, നിങ്ങളുടെ ജാമിയോനകത്ത് സംഭവിക്കാൻ പോകുകയാണ്. மகிமை இறங்குகிற தலங்கள் உங்களுடைய இன்னர் சேம்பர், சீக்ரெட் பிளேஸ், ரகசிய அறைக்குள் நடக்கிறது. ഓ നിങ്ങളുടെ ജാമിയോൻ മഹത്വം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു അസാധാരണമായ പ്ലേസായി മാറാൻ പോകുകയാണ്. ஓ உங்களுடைய சாமியோன் அசாதாரணமான மகிமை இறங்குற இடமாக மாறப்போகுது. മോശ ആ സമാഗമന കൂടാരത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ മേഘസ്തംഭം ഇറങ്ങി വാതിക്കൽ നിൽക്കുകയും യഹോവ മോശയോട് സംസാരിച്ചു തുടങ്ങി. ஹalleluya. மோசே ஆசரிப்பு கூடாரத்துக்குள் பிரவேசித்த போது மேக ஸ்தம்பம் இறங்கிட்டு கர்த்தர் மோசேயோடு ഇന്ന് பேசினார். പകൽ ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കുന്നു, മൂന്നാറിൽ നിങ്ങളുടെ ഭവനത്തിനകത്ത്, നിങ്ങളുടെ പ്രാർത്ഥനാ സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള ദൈവിക പ്രവർത്തികൾ അസാധാരണമായി സംഭവിക്കാൻ പോകുകയാണ്. ஓ இன்னைக்கு தீர்க்கதரிசனமாக சொல்கிறோம், இந்த மூடாரில் உங்களுடைய வீட்டுக்குள், உங்களுடைய ஜெப அறையிலே இப்படி அசாதாரணமான காரியங்கள் நிகழப் போகிறது. ഓ എത്ര പേർ ആഗ്രഹിക്കുന്നു, കർത്താവേ എൻ്റെ പ്രാർത്ഥന പഴയതുപോലെ ഒരു യാചനയായി മാറരുത്, അതൊരു പിതാപുത്ര ബന്ധമായി മാറണമെന്ന്, അതൊരു പേഴ്സണൽ രഹസ്യമായ കമ്മ്യൂണിക്കേഷനായി മാറണമെന്ന് കൊതിക്കുന്നവർ മാത്രം ഇന്ന് പകൽ അതിനോടൊന്ന് പ്രതികരിച്ചു തുടങ്ങിയട്ടെ. எத்தனை பேர் இந்த நாளில் சொல்வீங்க, என்னுடைய ஜெபம் ஒரு சாதாரணமான ஜெபமாக மாறாமல் ஒரு பிதா குமாரனுடைய உறவு போல ஆழமான ஒரு உறவாக மாற வேண்டுமே. അങ്ങനെയുള്ളവർക്ക് ഇന്ന് പകൽ അസാധാരണമായ ഒരു ജാമിയോൻ, ഒരു ഇന്നർ ചേംബർ, ഒരു പ്രൈവറ്റ് റൂം, മഹത്വത്തിന്റെ തേജസ്സിന്റെ ഒരു ജാമിയോൻ തുറക്കപ്പെടുകയാണ്. ஓ அப்படியுள்ளவருக்கு ஒரு சீக்ரெட் பிளேஸ், ஒரு ரகசிய அறை, ஒரு டாமியோன் உங்களுடைய வாழ்க்கையில் வெளிப்படுகிறது. അസ്ഥിയുമായിട്ട് ബന്ധപ്പെട്ടതോ കർത്താവ് ഒരു ഹീലിംഗ് തന്നവരാണ്. അകത്തെ ഇന്നർ റൂം എന്ന് പറഞ്ഞാൽ അകത്തെ മുറിവ്, അകത്തുള്ള മുറിവുകൾ പോലെ അങ്ങനെയുള്ള സൗഖ്യം തന്നവരാണ്. അതെന്താ വെച്ചാൽ മുറിവ് മടങ്ങത്തില്ല, അത് ഹീലാകും. അത് ഹീലാകുക മാത്രമല്ല, സൗഖ്യത്തിന്റെ അഭിഷേകം ചലിക്കണമെന്ന്
நம்முடைய ஞாயிற்றுக்கிழமை ஆராதனை காலை 10 மணி அளவில் கில்கால் ஹால், போஸ்ட் ஆபீஸ் எதிரி, மூணார். நம்முடைய ஜூம் மீட்டிங் எல்லா ஞாயிற்றுக்கிழமைகளும் காலை 7:30 மணி அளவிலும் எல்லா வெள்ளிக்கிழமைகளும் மாலை 6:30 மணி அளவிலும் நடைபெறும். கர்த்தர் செய்த அற்புத சாட்சிகளும் ஆசீர்வதிக்கப்பட்ட வார்த்தைகளும் உங்களுக்கு கிடைக்க கிரைஸ்ட் ஜெனரேஷன் மினிஸ்ட்ரீஸ் என்ற எங்களுடைய யூடியூப் சேனல் சப்ஸ்கிரைப் செய்யவும். வாட்ஸ்அப் மூலியமாக எங்களை தொடர்பு கொள்ள வேண்டிய தொலைபேசி எண் 9447775093. ஜெப உதவிக்காக எங்களை தொடர்பு கொள்ள வேண்டிய தொலைபேசி எண் 9447775093. பிரதர் டோனி பிரான்சிஸ், சிஸ்டர் ஜினு டோனி இவர்களுடைய அப்கமிங் மீட்டிங்ஸ் இவைகளை குறித்து அறியவும் மீட்டிங்ஸ் நடத்துவதற்கும் 9447442660 என்ற எண்ணிற்கோ அல்லது 9447775093 என்ற எண்ணிற்கோ அழைக்கவும்.